ശരീരത്തിൽ വളരുന്ന മാരകരോഗമുണ്ടാക്കുന്ന വേദന, മരുന്നിന്റെ ക്ഷീണം, ലഹരിക്കടിമയായ ഏക മകനെക്കുറിച്ചുള്ള ചിന്തകൾ, സാമ്പത്തിക പ്രതിബദ്ധത ഓർത്തുള്ള നിരാശ, മറ്റൊരാളുടെ വീട്ടിൽ കഴിയേണ്ട ഗതികേട് ഓർത്തുകൊണ്ടുള്ള കണ്ണുനീർ. ഇങ്ങനെ തുടങ്ങി താമരശ്ശേരി പുതുപ്പാടിയിൽ ഇന്നലെ വൈകുന്നേരത്തോടെ മകന്റെ കത്തിക്ക് ഇരയായ സുബൈദയുടെ ഇന്നലെ ഉച്ചവരെയുള്ള ചിന്തകൾ ഇതൊക്കെയായിരുന്നു. എന്നാൽ ഏക മകൻ ആഷിഖിന്റെ ക്രൂരതക്കിരയായി മരിച്ചതോടെ എല്ലാ വേദനയും മറന്ന് അവർ യാത്രയായി. അല്ലെങ്കിലും ഇങ്ങനെയൊരു ക്രൂരനായ മകനും ഇത്രയേറെ വേദനാജനകമായ രോഗവുമുള്ള ഈ ലോകത്ത് സുബൈദ സുരക്ഷിതയായിരുന്നില്ല എന്ന് വേണം ആശ്വസിക്കാൻ. ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഉമ്മയെ കാണാൻ വേണ്ടിയെന്ന് പറഞ്ഞാണ് കൊലയാളിയായ 25-കാരൻ കേരളത്തിലേക്ക് എത്തുന്നത്. എന്നാൽ ചിരിക്കുന്ന ആ ലഹരി പിശാചിന്റെ ഉള്ളിൽ കൊലപാതകത്തെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളായിരുന്നു. സുബൈദയുടെ സഹോദരി ജോലിക്ക് പോയ തക്കം നോക്കി അപ്പുറത്തെ വീട്ടിൽ തേങ്ങ പൊതിക്കാനെന്ന് പറഞ്ഞ് വെട്ടുകത്തി വാങ്ങിയ ആഷിഖ് ഉമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു. നിലവിളി കേട്ടാണ് നാട്ടുകാർ അവിടേക്ക് ഓടിയെത്തിയത്. അപ്പോൾ അവരാരും ആഷിഖിനെ കണ്ടില്ല. പിന്നീട് സുബൈദയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ഒരു കൂട്ടർ വീടിനു ചുറ്റും പരിശോധന നടത്തുകയും ചെയ്തു. വീടിനുള്ളിൽ ഒളിച്ചിരുന്ന ആഷിഖ് വീടിന്റെ പരിസരത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കവെയാണ് പിടിയിലാകുന്നത്. ലോകം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഇത്രയും ക്രൂരമായിട്ട് സ്വന്തം അമ്മയെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ എങ്ങനെയാണ് ഒരു മകന് സാധിക്കുന്നത്? അതും ക്യാൻസർ എന്ന വലിയൊരു അസുഖത്തിന്റെ വേദനയിൽ കഴിയുന്ന അമ്മയെ. ഈ ഒരു ക്രൂരകൃത്യം ചെയ്തതിന് ശേഷവും യാതൊരു കൂസലുമില്ലാതെയാണ് പോലീസുകാരുടെ ഒപ്പം ഈ പ്രതി സ്റ്റേഷനിലേക്ക് പോയത്. തന്റെ ഫോട്ടോ എടുക്കുന്ന മാധ്യമങ്ങൾക്ക് നേരെ ചില ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്തു. ഇതുപോലെയുള്ള വാർത്തകളാണ് ഇപ്പൊ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ തൽക്കാലം നമുക്ക് സാധിക്കുകയുള്ളൂ.